നമസ്കാരം. കോൺഗ്രസ് സഹയാത്രികയും എഴുത്തുകാരിയുമായ എം.എ. ഷഹനാസ് ഒരേ സമയം സൈബർ വേട്ടയാടലിനും നിയമ പോരാട്ടത്തിനും നടുവിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരായ വെളിപ്പെടുത്തലിന് പിന്നാലെ താൻ നേരിടുന്ന അതിരൂക്ഷമായ സൈബർ ആക്രമണത്തിനെതിരെ ഷഹനാസ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകി. അതേസമയം എഴുത്തുകാരൻ വി.ആർ. സുധീഷൻ നൽകിയ മാനനഷ്ട കേസിൽ കോഴിക്കോട് കോടതിയിൽ ഹാജരാകേണ്ടി വന്നത് ഷഹനാസിന് തിരിച്ചടിയായി. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എയിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണ് തനിക്കെതിരെ സൈബർ ആക്രമണം ആരംഭിച്ചതെന്നാണ് ഷഹനാസ് പരാതിയിൽ പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ എം.പി എന്നിവരുടെ അനുയായിയായ നിബു വർഗീസ് എന്നയാളാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ അപമാനിക്കുന്നത്. മോശമായ ചിത്രങ്ങളും പോസ്റ്റുകളും പ്രചരിപ്പിക്കുന്നുവെന്നും ഇത് കുടുംബജീവിതത്തെ ബാധിക്കുന്നുവെന്നും പരാതിയിലുണ്ട്. ഈ ട്രോമ താങ്ങാനാകുന്നില്ലെന്നും താനും കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണെന്നും ഷഹനാസ് മുഖ്യമന്ത്രിയെ ബോധിപ്പിച്ചു. നിബു വർഗീസിന്റെ പ്രൊഫൈൽ ലിങ്കുകൾ ഉൾപ്പെടെയുള്ള തെളിവുകളും പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം താൻ കോടതിയിൽ ഹാജരായി എന്ന് പുറത്തു വന്ന വാർത്തയെ പരിഹസിച്ചുകൊണ്ടും അവർ രംഗത്ത് വന്നു. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പരാതി നൽകിയതിന് പിന്നാലെ കോഴിക്കോട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഷഹനാസ് ഹാജരാവുകയായിരുന്നു. ഇതിന് പിന്നാലെ അപ്പോൾ നിങ്ങൾ തന്നെ പറ, ഞാനിപ്പോൾ എവിടെയാ, തിരുവനന്തപുരത്തോ കോഴിക്കോടോ എന്നായിരുന്നു അവരുടെ പരിഹാസം. എഴുത്തുകാരൻ വി.ആർ. സുധീഷൻ നൽകിയ മാനനഷ്ട കേസിലാണ് ഷഹനാസിനെതിരായ നടപടി. 2022 വി.ആർ. സുധീഷിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നാണ് കേസ്. അപകീർത്തികരമായ പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പ് പറയണമെന്നും 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് സുധീഷിന്റെ ആവശ്യം. ഈ കേസിൽ കോടതി നടപടികൾ പൂർത്തിയാക്കാനാണ് ഷഹനാസ് ഹാജരായത്. 2022 നടന്ന മീറ്റു വെളിപ്പെടുത്തലിനെ തുടർന്നാണ് വി.ആർ. സുധീഷ് കോടതിയെ സമീപിക്കുന്നത്. 2025 ജൂണിൽ ഷഹനാസിനെതിരെ കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. തുടർന്ന് ഡിസംബർ 26 ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചു. എന്നാൽ പ്രതി പോലീസിന്റെ കൺമുന്നിലുണ്ടായിട്ടും അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങാത്ത സാഹചര്യത്തിലാണ് 2026 ഫെബ്രുവരി 5 സിഐക്ക് കോടതി മെമ്മോ നൽകിയത്. കേസുമായി വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകാനാണ് തന്റെ തീരുമാനമെന്നായിരുന്നു പരാതിക്കാരനായ വി.ആർ. സുധീഷ് വ്യക്തമാക്കിയത്. തന്റെ സാമൂഹ്യ ജീവിതത്തിന് ദോഷകരമാകും വിധമാണ് യുവതി പരാമർശം നടത്തിയതെന്നും ഇത് പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണമെന്നും സുധീഷ് ആവശ്യപ്പെട്ടിരുന്നു. നഷ്ടപരിഹാരമായി 25 ലക്ഷം രൂപ നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സുധീഷ് ഷഹനാസിന് വക്കീൽ നോട്ടീസ് അയച്ചിരുന്നത്. ലൈംഗിക അതിക്രമവും മോശം പെരുമാറ്റവുമാണ് വി.ആർ. സുധീഷിനെതിരെ ഷഹനാസ് ആരോപിച്ചിരുന്നത്. പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട് ജോലികൾക്കായി സുധീഷ് തന്നെ നിരന്തരം വീട്ടിലേക്ക് വിളിക്കാറുണ്ടായിരുന്നുവെന്നും താൻ ഒറ്റയ്ക്ക് വരാൻ അദ്ദേഹം നിർബന്ധിച്ചിരുന്നുവെന്നുമായിരുന്നു ഷഹനാസിന്റെ ആരോപണം. ഷഹനാസിന്റെ ചിത്രം അനുവാദമില്ലാതെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും മോശമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നുണ്ട്. സുധീഷിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തതിനെ തുടർന്ന് ഫോണിലൂടെയും അല്ലാതെയും ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു ഷഹനാസിന്റെ ആരോപണം. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ 2022 ജൂണിൽ കോഴിക്കോട് വനിതാ പോലീസ് വി.ആർ. സുധീഷിനെതിരെ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ, പിന്തുടർന്ന് ശല്യം ചെയ്യൽ, ഭീഷണിപ്പെടുത്തൽ എന്നീ വകുപ്പുകൾ പ്രകാരമായിരുന്നു കേസെടുത്തത്. പിന്നീട് അദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. തന്റെ വെളിപ്പെടുത്തൽ ഒരു സാധാരണ മീറ്റു അല്ലെന്നും വർഷങ്ങളായി താൻ നേരിട്ട പീഡനത്തോടുള്ള സ്വാഭാവികമായ പ്രതികരണം മാത്രമാണെന്നുമായിരുന്നു ഷഹനാസ് വിശദീകരിച്ചത്. ഇത് തന്റെ മാത്രം പ്രശ്നമല്ലെന്നും സാഹിത്യ പ്രസാധന മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഒരു മുൻകരുതലാണെന്നും അവർ പറഞ്ഞിരുന്നു. സുധീഷിനെതിരെ പരാതി നൽകിയതിനു ശേഷം തന്നെയും തന്റെ സ്ഥാപനമായ മക്ബത്ത് പബ്ലിക്കേഷനെയും തകർക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ മോശം പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടെന്നും അവർ ആരോപിച്ചിരുന്നു. ഏകദേശം ഇതേ സമയത്ത് തന്നെയാണ് മുതിർന്ന സാഹിത്യകാരൻ സിവിക് ചന്ദ്രനും കവി ജയദേവനും ആരോപണ വിധേയരാകുന്നത്. സിവിക് ചന്ദ്രൻ അഡ്മിനായ നിലാനർത്തം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്ന യുവതിയാണ് അതേ ഗ്രൂപ്പിൽ ലൈംഗികാരോപണം ഉന്നയിക്കുന്നത്. സിവിക് ലൈംഗിക ചൊവ്വയോട് സംസാരിച്ചുവെന്നും ലൈംഗിക ബന്ധത്തിനായി പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചെന്നുമായിരുന്നു ആരോപണം. ഇതിന്റെ പേരിലുള്ള കേസും ഇപ്പോഴും നടക്കുകയാണ്. അതിനിടെ കവി ജയദേവനും സുധീഷും ആരോപിതരായതോടെ സാഹിത്യ മീറ്റു എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ ഇത് അന്ന് ഏറെ ആഘോഷിച്ചിരുന്നു. എം.എ. ഷഹനാസിനെതിരെ മറ്റു ഗൗരവകരമായ ആരോപണങ്ങളും കൂടി ഉയർന്നിട്ടുണ്ട്. 2014 കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ വിദ്യാർത്ഥിനിയായിരിക്കെ തനിക്ക് IAS ലഭിച്ചുവെന്ന് വിശ്വസിപ്പിച്ച് കോളേജ് അധികൃതരെ കൊണ്ട് അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുകയും സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്തു എന്നതായിരുന്നു പ്രധാന ആരോപണം. ഈ നേട്ടത്തിന്റെ പേരിൽ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചതായും സോഷ്യൽ മീഡിയയിൽ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. വ്യാജരേഖകൾ ചമയ്ക്കൽ, വ്യാജ സർക്കാർ ഐഡന്റിറ്റി കാർഡുകൾ നിർമ്മിക്കൽ, IAS ലഭിച്ചുവെന്ന് പറഞ്ഞ് കോളേജിനെ കബളിപ്പിക്കൽ എന്നീ കാര്യങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് ഫറേഖ് സ്വദേശിയായ നിയാസ് മലബാരി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു. പാസ്പോർട്ടിലും ഡ്രൈവിംഗ് ലൈസൻസിലും ഗൂഗിൾ പേയിലും വ്യത്യസ്ത പേരുകൾ ഉപയോഗിക്കുന്നതായും ഇതുവഴി ഷഹനാസിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും പരാതിയിൽ ആരോപിക്കുന്നുണ്ട്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തന്റെ എല്ലാ തിരിച്ചറിയൽ രേഖകളും നിയമപരമാണെന്നുമായിരുന്നു ഷഹനാസ് ഇതിന് പ്രതികരിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതിലുള്ള പ്രതികാരമാണ് ഇത്തരം പ്രചാരണങ്ങൾക്ക് പിന്നിലെന്നും ആയിരുന്നു അവരുടെ പക്ഷം.